ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ അങ്ങനെ ആഗ്രഹിച്ചപ്പോ ഞങ്ങള് അങ്ങനെ അഭിനയിക്കായിരുന്നു. അമ്മേ, ഹരിയും മോളും തമ്മിൽ വിവാഹിതരാണെന്നും കഴിഞ്ഞ 8 വർഷമായി നിങ്ങൾ ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്നും അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് നന്നായി. ആ വിശ്വാസം മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പോലും അവനിനി നമുക്കടുത്തേക്ക് വരില്ല. അങ്ങനൊരു വിവാഹം നടന്നിട്ടില്ലെന്ന് ജീവൻ അറിയാം. മോളെ, കഴിഞ്ഞ ദിവസം രാത്രി ജീവൻ എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചു. എന്തുപറ്റി ജീവൻ? എന്തിനാ വിളിച്ചത്? പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമയായിരുന്നു മനുവിൻ്റെയും ജ്യോതിയുടെയും വിവാഹം നടത്തുക എന്നത്. അത് നാളെ നടക്കും. അത് കഴിഞ്ഞാൽ എനിക്കവിടുന്ന് പോകണം. എങ്ങോട്ട് പോണം നിത്യ. അമ്മയ്ക്കിഷ്ടമില്ലാത്തൊരു മകൻ, അച്ഛന് പ്രതീക്ഷയില്ലാത്തൊരു മകൻ. എന്തിനാ വെറുതെ അവരെയൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടി അവരുടെ കൂടെ താമസിക്കുന്നത്? ദൂരെ എവിടെയെങ്കിലും പോവാം, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം. അല്ലെങ്കിൽ ഈ ജീവൻ തന്നെ വേണ്ടെന്ന് വയ്ക്കാം. ഞാൻ ചത്തുപോയെന്ന് കരുതി ആരും കരയൊന്നുമില്ലടോ. ജീവൻ എന്തൊക്കെയാ പറയുന്നേ? അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെയോ? അതൊക്കെ ഞാൻ മാറ്റി മറിച്ചും കണക്കൂട്ടി നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തത്. അതുകൊണ്ടാണ് തന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞത്. നിത്യ, എനിക്കിപ്പോഴും തന്നോട് എന്തിഷ്ടമാണെന്നറിയോ? കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ ഞാനൊരു കുഴപ്പക്കാരനായിരുന്നു. അതൊക്കെ തന്നെ ഒരാളെ നോക്കുന്നതോ തൻ്റെ അടുത്ത് ഒരാളെ നിൽക്കുന്നതോ ഇഷ്ടപ്പെടാതെ ആയത്. ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കൊണ്ടു നടന്നുകൊണ്ടാവാം ഞാൻ ആ ഭ്രാന്തുകളൊക്കെ കാണിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നന്നായിട്ട് ജീവിച്ചേനെ. വേണ്ട, ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇനി പ്രയോജനമില്ലല്ലോ. എടാ, ഞാൻ തന്നെ കൂടെ കൊണ്ടുപോവായിരുന്നു. പക്ഷെ അവിടെ വലിയൊരു തടസ്സമുണ്ട്. താൻ ഹരിയുടെ ഭാര്യയല്ലേ? 6 വർഷമായിട്ട് ഹരിയുടെ കൂടെ ജീവിക്കുന്ന ഭാര്യ. ആ വിവാഹം സത്യമല്ലേടോ? ഒരാളെ വേദനിപ്പിക്കലാന്ന് ഞാൻ തീരുമാനിച്ചിട്ട് ഹരിയെ ഞാൻ എങ്ങനെയാണോ വേദനിപ്പിക്കുന്നത്? നിത്യ, അമ്പലത്തിൽ നിന്ന് ഞാൻ നേരെ പോവും.
പിന്നെ ഒരു തിരിച്ചുവരവില്ല. പോകുമ്പോ എന്റെ മനസ്സിന്റെ ഒരു ധൈര്യത്തിന് ചോദിക്കുക, താൻ സേഫാണെന്നുള്ളൊരു വിശ്വാസത്തിന് വേണ്ടി ചോദിക്കുക. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് സത്യമല്ലേ? താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ എന്നോട് പറ. അല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. കുട്ടികൾ അങ്ങനെ ആഗ്രഹിച്ചപ്പോ ഞങ്ങള് അങ്ങനെ അഭിനയിക്കായിരുന്നു. സത്യമാണോ? അതെ. ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു. എന്റെ മനസ്സ് കൈവിട്ടു പോയി. ഒരുപക്ഷെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ വിവാഹം കഴിഞ്ഞ അമ്പലത്തിൽ നിന്ന് ജീവനോടൊപ്പം ഞാൻ പോവുമായിരുന്നു.